നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിൽ കാവ്യമാധവൻ ശരിയായി സഹകരിച്ചില്ല എന്ന അന്വേഷണ സംഘത്തെ ഉദ്ധരിച്ച് കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു. പല ചോദ്യങ്ങൾക്കും അറിയില്ല എന്നായിരുന്നു അത്രേ കാവ്യയുടെ മറുപടി. പറഞ്ഞതിൽ പലതും കളവായിരുന്നു എന്നും വാർത്തകളിൽ പറയുന്നു. ദിലീപുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കാവ്യ കരയുകയായിരുന്നു എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നതാണ്. കാവ്യയുടെ മൊഴിയെഴുത്തതിൽ നിന്ന് അന്വേഷണ സംഘത്തിന് കാര്യമായ തുമ്പൊന്നും കിട്ടിയില്ല എന്നാണ് അറിയുന്നത്. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാവ്യയുടെ ഉടമസ്ഥതയിലുള്ള കാക്കനാടുള്ള ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ ഏൽപ്പിച്ചു എന്നാണ് സുനിയുടെ മൊഴി. ഷോപ്പിലേക്ക് സുനി കയറിപ്പോകുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാവ്യ ചോദ്യം ചെയ്തത്. ദിലീപിന്റെ ആലുവയിലെ തറവാട് വീട്ടിൽ വെച്ചാണ് 6.5 മണിക്കൂർ കാവ്യ ചോദ്യം ചെയ്തത്. ദിലീപിന്റെ സഹോദരനും കുടുംബവുമാണ് തറവാട്ടിൽ താമസിക്കുന്നത്. കാവ്യ ചോദ്യം ചെയ്യുമ്പോൾ അമ്മ ശ്യാമളയും വീട്ടിലുണ്ടായിരുന്നു. അറസ്റ്റിലായ ദിലീപിനെതിരെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ചോദ്യാവലി പ്രകാരമാണ് ഭാര്യയായ കാവ്യമാധവനെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിനോട് കാവ്യ പൂർണ്ണമായും സഹകരിച്ചില്ലത്രേ. മിക്ക ചോദ്യങ്ങൾക്കും അറിയില്ല എന്നായിരുന്നു അത്രേ കാവ്യയുടെ മറുപടി. വ്യക്തമായ തെളിവുകളും കാര്യങ്ങൾക്കും പോലും തെറ്റായ മറുപടി നൽകിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ കാവ്യ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. പൾസർ സുനിയും കൂട്ടാളി വിജിഷും ലക്ഷ്യയിൽ വന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന ഒറ്റ വാക്കിൽ ഉത്തരം നൽകി അവസാനിപ്പിക്കുകയായിരുന്നു. മഞ്ജു വാര്യരുമായി ദിലീപ് വിവാഹമോചനം നേടാനുള്ള കാരണവും അറിയില്ല എന്നാണ് കാവ്യ പറഞ്ഞത്. 6.5 മണിക്കൂർ നേരം കാവ്യ ചോദ്യം ചെയ്തിട്ടും കേസുമായി ബന്ധപ്പെട്ട ഒരു തെളിവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. കാവ്യ ചോദ്യം ചെയ്ത ശേഷം അവിടെ ഉണ്ടായിരുന്ന കാവ്യയുടെ അമ്മ ശ്യാമളയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.